രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെനി നൈനാൻ ഹൈക്കോടതിയിൽ. ഫെനി നൈനാനെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. അതിജീവിതയെ അധിക്ഷേപിച്ചതിനാലാണ് ഫെനിക്കെതിരെ കേസ്. വിവരങ്ങൾ രേഷ്മ ബാബു നൽകും. രേഷ്മ, എന്താണ് ഫെന്നി ബാലകൃഷ്ണൻ ഈ ഹർജിയിൽ പറയുന്നത്? മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ വ്യക്തി വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്നായിരുന്നു ഫെന്നി നൈനാനെതിരെ കേസെടുത്തത്. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഫെന്നി ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പരാതിക്കാരി അയച്ച സന്ദേശങ്ങൾ മാത്രമാണ് താൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അതിജീവിതയുടെ പേരോ മറ്റ് തിരിച്ചറിയാൻ സഹായിക്കുന്ന വിവരങ്ങളോ ഉൾപ്പെടുത്തിയിട്ടില്ല. ബലാത്സംഗ ആരോപണം നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ തമ്മിലുള്ള ചാറ്റുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. പീഡനം നടന്നുവെന്ന് പറയുന്ന കാലയളവിന് ശേഷവും പരാതിക്കാരി പ്രതിയുമായി സൗഹൃദത്തിൽ തുടർന്നിരുന്നുവെന്ന് തെളിയിക്കാനായിട്ടാണ് താൻ ശ്രമിച്ചത്. പക്ഷേ അതിൽ വലിയ രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായി, കേസെടുത്തു. ഈ കേസ് റദ്ദാക്കണമെന്നുള്ളതാണ് ഹർജിയിൽ ഫെന്നി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ തന്നെ ഫെന്നി നൈനാൻ പറഞ്ഞതാണ് ഹൈക്കോടതിയെ സമീപിച്ച് പ്രതിരോധം എടുക്കുമെന്നുള്ളത്. അതിജീവിതയും രംഗത്ത് വന്നിരുന്നു. ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ടല്ല താൻ അങ്ങനെ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു രാഹുലിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ രാഹുലിനോട് വിശദമായിട്ട് സംസാരിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നുള്ളതായിരുന്നു അതിജീവിതയുടെ നിലപാട്. എന്തായാലും ഈ തനിക്കെതിരായിട്ട് പോലീസ് എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഫെന്നി നൈനാൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്.